UK എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേര് ഇംഗ്ലണ്ട് എന്നാണ്. UK എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടാണെന്ന് കരുതുന്നവരും ധാരാളമുണ്ട്. എന്നാൽ UK അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാൽ 4 രാജ്യങ്ങളുടെ യൂണിയൻ ആണെന്ന് എത്ര പേർക്കറിയാം? UKയിലെ 2 രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും നമുക്ക് കാണാം. ഡബ്ലിനിൽ നിന്ന് ബെൽഫാസ്റ്റിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സെമിട്രിയാണിത്. മൊണാസ്റ്റർ ബോയ്സ് എന്ന സ്ഥലത്താണ് ഈ സെമിട്രി. പുരാതന ഐറിഷ് ക്രിസ്ത്യൻ ആർട്ടിന്റെ ഉദാഹരണമാണ് ഈ കൽക്കുരിശ്. ബൈബിളിലെ പല സംഭവങ്ങളും ഈ കുരിശിൽ കുത്തിയിട്ടുണ്ട്. 10-11 നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യൻ സമൂഹം നോർസ് അല്ലെങ്കിൽ വൈക്കിംഗ് എന്നറിയപ്പെട്ടിരുന്ന വിദേശികളിൽ നിന്നുള്ള ആക്രമണം പ്രതിരോധിക്കാൻ വേണ്ടി നിർമ്മിച്ച ടവറുകളിൽ ഒന്നാണ് ഇത്. ഒരു വാച്ച് ടവർ എന്ന് വേണമെങ്കിൽ പറയാം. 110 അടിയിൽ കൂടുതൽ പൊക്കമുള്ള ഈ ടവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഷെൽട്ടറായും വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലമായും ഉപയോഗിച്ചു പോന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ബെൽഫാസ്റ്റ് സിറ്റി. നോർത്തേൺ അയർലൻഡ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ബെൽഫാസ്റ്റ്. UKയിൽ ഉൾപ്പെട്ട 4 രാജ്യങ്ങളിൽ 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ഇംഗ്ലണ്ട് ആൻഡ് നോർത്തേൺ അയർലൻഡ്. ബാക്കി 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പുറകെ പറയാം. അയർലൻഡ് തന്നെ 2 രാജ്യങ്ങളാണ്. ഒന്ന് UKയുടെ ഭാഗമായ നോർത്തേൺ അയർലൻഡ്, രണ്ടാമത്തേത് അയർലൻഡ് എന്ന് മാത്രം അറിയപ്പെടുന്ന റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. ടൈറ്റാനിക് എക്സ്പീരിയൻസ് എന്ന പേരിൽ ഒരു മ്യൂസിയം ബെൽഫാസ്റ്റിൽ പ്രവർത്തിക്കുന്നു. ടൈറ്റാനിക്കിന്റെ നിർമ്മാണം, കന്നിയാത്ര, ദുരന്തം, പിന്നീടുണ്ടായ അന്വേഷണങ്ങൾ എല്ലാം വിശദമാക്കുന്ന മോഡലുകളും ചിത്രങ്ങളും വീഡിയോകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അല്പം ഹൃദയവേദയോടെ അല്ലാതെ ഈ മ്യൂസിയം സന്ദർശിക്കുക പ്രയാസമാണ്. ബെൽഫാസ്റ്റ് അന്നും ഇന്നും എന്നും ടൈറ്റാനിക്കിന്റെ ഭവനം എന്നറിയപ്പെടുന്നു. കാരണം മനുഷ്യന്റെ ആഡംബരത്തിന്റെയും ഒരുപക്ഷെ അഹങ്കാരത്തിന്റെയും അടയാളമായ ടൈറ്റാനിക് കപ്പൽ നിർമ്മിച്ചത് ബെൽഫാസ്റ്റിലെ ഷിപ്പ്യാർഡിലാണ്. അന്ന് ഷിപ്പ്യാർഡിലെ ജോലിക്കാരുടെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ക്ലോക്ക് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു കേബിൾ കാറിൽ സഞ്ചരിച്ച് ടൈറ്റാനിക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് കാണാൻ സാധിക്കും. ആയിരത്തി 1911 മെയ് 31 കപ്പലിന്റെ പണികൾ തീർത്ത് നീറ്റിലിറക്കിയപ്പോൾ ഏകദേശം 1,00,000 പേരാണ് അതിന് സാക്ഷികളായത്. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്നായിരുന്നു ടൈറ്റാനിക്കിന്റെ കന്നിയാത്ര. ലക്ഷ്യം അമേരിക്കയിലെ ന്യൂയോർക്കും. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്, ദൂരെ നിന്ന് പ്രവർത്തിക്കാവുന്ന വാട്ടർ ടൈറ്റ് വാതിലുകൾ തുടങ്ങി ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് ഒരിക്കലും മുങ്ങില്ല എന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെട്ടു. പക്ഷേ 1912 ഏപ്രിൽ 15 ആദ്യ മണിക്കൂറുകളിൽ മനുഷ്യന്റെ എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ആ മഹാദുരന്തം സംഭവിച്ചു. ഒരിക്കലും മുങ്ങില്ലെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെട്ട ആ വലിയ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു വലിയ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്നു. ഏകദേശം 2224 യാത്രക്കാരിൽ 1500 പരം ആളുകൾ മുങ്ങി മരിച്ചു. 14 രാത്രി 11:40 മഞ്ഞുമലയിൽ ഇടിച്ച കപ്പൽ 15 അതിരാവിലെ 2:20 മുഴുവനായി മുങ്ങിത്താണു. പല സംഗതികളാണ് ഈ ദുരന്തത്തിന് കാരണമായി പറയപ്പെടുന്നത്. ദൂരെയുള്ളവയെ കാണുന്നതിന് വേണ്ടി കപ്പലിൽ ഉണ്ടായിരുന്ന ദൂരദർശിനി എവിടെയോ മറന്നുവെച്ചു. യാത്ര തുടങ്ങുന്ന സമയത്ത് പഴയ ജോലിക്കാരെ മാറ്റി പുതിയവരെ നിയമിച്ചതാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ നഗ്നനേത്രങ്ങളല്ലാതെ അകലെയുള്ളവയെ വ്യക്തമായി കാണാനുള്ള സംവിധാനം കപ്പലിൽ ഇല്ലായിരുന്നു. ഈ ദുരന്തത്തിന് മറ്റൊരു കാരണം കടലിലെ മഞ്ഞുമലകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ക്യാപ്റ്റൻ സ്മിത്ത് അവഗണിച്ചതാണ്. അമിതമായ ആത്മവിശ്വാസം വലിയ അപകടത്തിലേക്കാണ് ഒരു സമൂഹത്തെ മുഴുവൻ തള്ളിയിട്ടത്. അവസാനം മഞ്ഞുമല കണ്ണിൽപ്പെട്ടപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം അടുത്ത് കപ്പൽ എത്തിക്കഴിഞ്ഞിരുന്നു.
കപ്പലിൽ അന്നത്തെ നിയമമനുസരിച്ച് 20 ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് 1178 യാത്രക്കാരെ കയറ്റാൻ മാത്രമേ തികയുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ പല ബോട്ടുകളിലും അവയുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള യാത്രക്കാരെ കയറ്റാതെ പോയതും മരണസംഖ്യ വർദ്ധിപ്പിച്ചു. ദുരന്ത സമയത്ത് അവസാനമായുണ്ടായ മെസ്സേജുകളിൽ ചിലതാണ് ഇത്. ടൈറ്റാനിക്കിലെ പ്രധാന സംഗീതജ്ഞനായിരുന്ന വാലേസ് ഹാർട്ട്ലിയുടേതാണ് ഈ വയലിൻ. ദുരന്ത സമയത്ത് യാത്രക്കാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവസാനം വരെ കപ്പലിലെ ബാൻഡ് സംഗീതം പൊഴിച്ചുകൊണ്ടിരുന്നു. അവസാനം ടൈറ്റാനിക്കിനോടൊപ്പം അവരും സമുദ്രത്തിൽ മുങ്ങിത്താണു. മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ടൈറ്റാനിക്കിന്റെ മോഡലുകളാണ് ഇതെല്ലാം. മനുഷ്യന് ഒരിക്കലും മറക്കാനാകാത്ത മഹാദുരന്തം ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. നെവർ അഗൈൻ. നമ്മുടെ അടുത്ത യാത്ര സ്കോട്ട്ലൻഡിന്റെ തലസ്ഥാനമായ എഡിൻബറ സിറ്റിയിലേക്കാണ്. എഡിൻബർ എന്നിങ്ങനെ പല രീതിയിലാണ് ആളുകൾ ഈ നഗരത്തെ വിളിക്കുന്നത്. പഴമയുടെയും പുതുമയുടെയും ഒരു സങ്കലനമാണ് ഈ നഗരം. UK-യിലെ മൂന്നാമത്തെ രാജ്യം ഏതാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. സ്കോട്ട്ലൻഡ്. നാലാമത്തെ രാജ്യം ഏതാണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാമോ? ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഗ്രേ ഫ്രയർ എന്നത് ഒരു സ്ഥലപ്പേരല്ല. ഗ്രേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്ന ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ ഒരാശ്രമം 1400-കളിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. പ്രൊട്ടസ്റ്റന്റ് നവീകരണ കാലത്ത് ആശ്രമം അപ്രത്യക്ഷമായെങ്കിലും ആ പേര് നിലനിന്നു പോന്നു. കിർക്യാർഡ് എന്ന് പറഞ്ഞാൽ ചർച്ച് ഗ്രേവ്യാർഡ് എന്നാണ് അർത്ഥം. സ്കോട്ട്ലൻഡിലെ ഏറ്റവും പഴക്കം ചെന്ന സെമിത്തേരികളിൽ ഒന്നാണ് ഗ്രേഫയേഴ്സ് കിർക്യാർഡ്. എന്നാൽ ഇന്ന് ഏറ്റവും പഴക്കം ചെന്ന സെമിത്തേരികളിൽ ഒന്ന് എന്നതിനേക്കാൾ യജമാന സ്നേഹിയായ ഒരു നായയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ബോബി. ജോൺ ഗ്രേ എന്നായിരുന്നു ബോബിയുടെ യജമാനന്റെ പേര്. 1858 ജോൺ ഗ്രേ മരിക്കുകയും ഈ സെമിത്തേരിയിൽ അടക്കുകയും ചെയ്തു. തന്റെ യജമാനന്റെ മരണശേഷം ബോബി ചെയ്തത് തികച്ചും അസാധാരണമായ ഒരു കാര്യമായിരുന്നു. 14 വർഷക്കാലം തന്റെ യജമാനന്റെ കുഴിമാടത്തിനരികിൽ പകലും രാത്രിയും മഞ്ഞിലും മഴയിലും അവൻ കഴിച്ചുകൂട്ടി. അവിടെ നിന്ന് മാറാൻ അവൻ കൂട്ടാക്കിയില്ല. പ്രദേശവാസികൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ട് അവന് ഭക്ഷണവും സംരക്ഷണവും നൽകി. 1872 16-ാമത്തെ വയസ്സിൽ ബോബി മരിച്ചപ്പോൾ ഈ സെമിത്തേരിയുടെ കവാടത്തിൽ തന്നെ അവനെ അടക്കം ചെയ്തു. അങ്ങനെ യജമാനനും ബോബിയും അടുത്തടുത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നു. ബോബിയെക്കുറിച്ച് പുസ്തകങ്ങളും ഗ്രേ ഫ്രയേഴ്സ് ബോബി എന്ന പേരിൽ ഒരു സിനിമയും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എഡിൻബറ കാസിൽ. അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടായ ഒരു വലിയ പാറയുടെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. Thanks for asking. Hi guys, my name is Max. Welcome to Scotland. Welcome to Edinburgh. Welcome to the Edinburgh Castle Tour. I'll be your guide for today. 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയാണ് എഡിൻബറ കാസിൽ. എഡിൻബറ സിറ്റിയുടെ വശ്യമനോഹരമായ ഒരു കാഴ്ചയാണ് കോട്ടയുടെ മുകളിൽ നിന്ന് നാം കാണുന്നത്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മോൻസ് മെഗ്
എന്നു പേരുള്ള ഒരു വലിയ പീരങ്കിയാണ് ഇത്. കോട്ടകളുടെ ഭിത്തികൾ പോലും തകർക്കാൻ കഴിയുന്ന പ്രഹരശേഷിയുള്ള ഈ പീരങ്കി ജെയിംസ് രണ്ടാമൻ രാജാവിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇന്നത്തെ ബെൽജിയത്തിലെ മോൻസ് പട്ടണത്തിൽ നിർമ്മിച്ചതായതുകൊണ്ടാണ് ഇതിന് മോൻസ് മെഗ് എന്ന് പേര് ലഭിച്ചത്. കോട്ടയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മറ്റു ചെറിയ പീരങ്കികളാണ് ഇവയെല്ലാം. ശത്രുക്കളെ വളരെ അകലെ നിന്ന് കാണാൻ തക്കവിധമാണ് ഇവ വിന്യസിച്ചിട്ടുള്ളത്. സിറ്റിയിലെ കാഴ്ചകൾ മുഴുവൻ ആസ്വദിക്കാൻ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഒരു ബസ് ടൂർ ആണ് ബിഗ് ബസ് ടൂർ. ഇംഗ്ലണ്ടിലെ റെഡ് ബസ് പോലെ തന്നെ. ബസ്സിനകത്തിരുന്നിട്ട് കാഴ്ചകൾ പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. മുകളിലേക്ക് കയറിയാലോ? ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറേണ്ടതേ ഉള്ളൂ. ഓരോ ടൂറിസ്റ്റ് സ്പോട്ടും നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കും. നമുക്ക് കാണേണ്ട സ്ഥലത്ത് ഇറങ്ങാം. അവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ച് അടുത്ത ബസ്സിൽ കയറാം. വീണ്ടും അടുത്ത സ്ഥലത്ത് ഇറങ്ങാം. കാഴ്ച കഴിഞ്ഞ് അടുത്ത് വരുന്ന ബസ്സിൽ കയറാം. നമ്മുടെ സൗകര്യാർത്ഥം പല ബസ്സുകൾ നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. എഡിൻബറ സിറ്റിയുടെ ഹൃദയഭാഗത്താണ് 900 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സെന്റ് ജെയിൽസ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. AD 1560 വരെ ഈ കത്തീഡ്രൽ ഒരു കത്തോലിക്ക പള്ളിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തോടെ ഈ കത്തീഡ്രൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായ പ്രസ്ബിറ്റേറിയൻസിന്റെ കത്തീഡ്രൽ ആയി മാറി. പ്രൊട്ടസ്റ്റന്റ് നവീകരണ കാലത്ത് പള്ളിക്കുള്ളിലെ വിശുദ്ധന്മാരുടെ സ്വരൂപങ്ങൾ എല്ലാം എടുത്തു മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്തു. ഇപ്പോഴുള്ളത് സ്കോട്ട്ലൻഡിലെ മതനവീകരണത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ജോൺ നോക്സിന്റെ പ്രതിമയും മാലാഖമാരുടെയും സ്കോട്ടിഷ് പ്രധാനികളുടെയും സൈനികരുടെയും പ്രതിമകളാണ്. കുമ്പസാരക്കൂടോ മറ്റു വിശുദ്ധരുടെ പ്രതിമകളോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുകയില്ല. ജോൺ നോക്സ്, കത്തോലിക്ക വൈദികനായിരുന്ന ജോൺ നോക്സ് പിന്നീട് കത്തോലിക്ക വിശ്വാസങ്ങളും പഠനങ്ങളും ഉപേക്ഷിക്കുകയും ശക്തനായ ഒരു പ്രൊട്ടസ്റ്റന്റ് പ്രചാരകൻ ആകുകയും ചെയ്തു. സ്കോട്ട്ലൻഡിലെ മതനവീകരണത്തിന്റെ മുഖ്യ കാരണക്കാരിൽ ഒരാളായിരുന്നു ജോൺ നോക്സ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് സ്ഥാപിക്കപ്പെട്ടത്. ആരാധനകൾക്കിടയിലുള്ള തിരുവചന ശുശ്രൂഷകളുടെ സമയത്ത് ബൈബിൾ വയ്ക്കാനുള്ള ഒരു പീഠമാണിത്. ഒരു പരുന്തിൻ്റെ ചിറകുകളിലാണ് ഈ പീഠം ഉറപ്പിച്ചിട്ടുള്ളത്. 100 കണക്കിന് പൈപ്പുകളുള്ള ഒരു പരമ്പരാഗത പൈപ്പ് ഓർഗൻ ആണിത്. ഞായറാഴ്ച ശുശ്രൂഷകൾക്കും വിവാഹം, ശവസംസ്കാരം തുടങ്ങിയ പ്രധാന ചടങ്ങുകൾക്കും ഈ സംഗീതോപകരണം ഉപയോഗിക്കുന്നു. സ്കോട്ടിഷ് തത്വചിന്തകനും ചരിത്രകാരനുമായിരുന്ന ഡേവിഡ് ഹ്യൂമിൻ്റെ പ്രതിമയാണിത്. റോയൽ മൈലിൽ സെന്റ് ജെയിൽസ് കത്തീഡ്രലിനടുത്താണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രതിമയുടെ വലതുകാലിലെ വിരൽ ശ്രദ്ധിച്ചോ? പല സന്ദർശകരും സൗഭാഗ്യത്തിനു വേണ്ടി ഈ പ്രതിമയുടെ കാൽവിരലുകൾ തൊടുകയോ തിരുമുകയോ ചെയ്യുന്നു. സിറ്റിയിലെ മറ്റൊരു ആകർഷണമാണ് വിസ്കി ടേസ്റ്റിംഗ്.
പലതരത്തിലുള്ള വിസ്കി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുന്ന ക്ലാസുകളും വിവിധ രുചികളിലും ഗുണങ്ങളിലുമുള്ള വിസ്കിയുടെ പ്രദർശനവും എല്ലാം ഇവിടെയുണ്ട്. ഏറ്റവും അവസാനം ടേസ്റ്റ് ചെയ്യാൻ ഒരു പെഗ് വിസ്കിയും ഓർമ്മയ്ക്കായി ഒരു ഗ്ലാസും ഫ്രീ. ഡിഷും. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. രുചികരമായ ഭക്ഷണവും മദ്യവും വിളമ്പുന്ന ഈ ഭക്ഷണശാലയിൽ ഇന്ത്യക്കാർ മാത്രമല്ല, യൂറോപ്യൻസ് ഉൾപ്പെടെ ധാരാളം വിദേശികളും ഭക്ഷണം ആസ്വദിക്കുന്നു. ഇതാണ് പ്രശസ്തമായ വിക്ടോറിയ സ്ട്രീറ്റ്. തിളക്കമുള്ള മഴവിൽ നിറങ്ങൾ തേച്ച കടകളും കെട്ടിടങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ തെരുവ് 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഹാരി പോട്ടർ കഥകളിൽ വിവരിക്കുന്ന ഡയഗൺ അലി എന്ന മാന്ത്രിക തെരുവ് വിക്ടോറിയ സ്ട്രീറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ജെ.കെ. റോളിംഗ് എഴുതിയത്. ഹാരി പോട്ടർ കഥകളിൽ കാണിക്കുന്ന പല സാധനങ്ങളും ഇവിടുത്തെ ഷോപ്പുകളിൽ ലഭ്യമാണ്. ഹാരിയുടെ ആരാധകർ ഈ സ്ട്രീറ്റ് തന്നെയാണ് യഥാർത്ഥ ഡയഗൺ അലി എന്ന് വിശ്വസിച്ചു പോരുന്നു. എഡിൻബറ സിറ്റിയിലെ മറ്റൊരു കാഴ്ചയാണ് പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസ്. പുറകുവശത്തായി കാണുന്നത് എഡിൻബറ കോട്ടയാണ്. പ്രശസ്ത സ്കോട്ടിഷ് ശില്പി ആൻഡി സ്കോട്ട് നിർമ്മിച്ച ഒരു കുട്ടിയാനയുടെ ബ്രോൺസ് ശില്പമാണിത്. ആനക്കുട്ടിയുടെ ശരീരം മുഴുവൻ പൂക്കളുടെ മാതൃകയാണ് കൊത്തിയിരിക്കുന്നത്. പ്രിൻസസ് ഗാർഡനിലെ മറ്റൊരു ആകർഷണമാണ് പൂക്കൾ കൊണ്ടുള്ള ഈ ക്ലോക്ക്, ഫ്ലോറൽ ക്ലോക്ക്. ലൈവ് ഫ്ലവേഴ്സും ചെടികളും കൊണ്ട് നിർമ്മിച്ച സമയം കൃത്യമായി കാണിക്കുന്ന ഒരു യഥാർത്ഥ ക്ലോക്കാണിത്. 1903 നിർമ്മിച്ച ഈ ക്ലോക്ക് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫ്ലോറൽ ക്ലോക്ക് ആണ്. എല്ലാ വർഷവും ഇതിൻ്റെ ഡിസൈൻ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. തീർച്ചയായും UK-യിൽ പോകുന്നവർ സന്ദർശിക്കേണ്ട ഒരു സിറ്റിയാണ് എഡിൻബറ. ഇനി UK-യിലെ 4ാമത്തെ രാജ്യം ഏതാണെന്നല്ലേ? ഇംഗ്ലണ്ട്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്.